ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഞാൻ നല്ലൊരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ദഹിവട തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട്. അതൊരു കുറഞ്ഞ ഒരു 5 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് കുതിർത്തായിരിക്കണം. അതിൻ്റെ കൂടെ തന്നെ ആണെങ്കിൽ മൂങ്കി ദാലും ഉണ്ട്. അത് സെപ്പറേറ്റ് ആണ് കുതിർത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പരിപ്പൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഇത് അരയ്ക്കുമ്പോൾ ഇച്ചിരി തരിതരായിട്ടുള്ളതാണ് അരയ്ക്കേണ്ടത്. ഒത്തിരി അങ്ങ് പേസ്റ്റാക്കി അരയ്ക്കില്ലേ. 2 കപ്പ് ഉഴുന്നിനാണെങ്കിൽ 3/4 കപ്പ് മൂങ്കി ദാലെന്ന് പറഞ്ഞ ഒരു മഞ്ഞ കളറുള്ള ചെറിയ ദാലുണ്ടല്ലോ, അതാണ് മൂങ്കി ദാലെന്ന് പറയുന്നത്. അത് നമുക്കൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. സെപ്പറേറ്റാണ് ഞാനിവിടെ കുതിർത്താൻ വെച്ചിരുന്നത്. സെപ്പറേറ്റാണ് അരച്ചെടുത്തതും. ഇനി നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കൊരു 10 മിനിറ്റെങ്കിലും അത് റെസ്റ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ്. ഇപ്പം 10 മിനിറ്റ് കഴിഞ്ഞ്. ഇനി നല്ലതായിട്ട് അതൊന്ന് മിക്സ് ആക്കിയിട്ട് നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്യാവുന്നതാണ്. ഒരു ഡയറക്ഷനിൽ തന്നെ നിങ്ങൾ ബീറ്റ് ചെയ്യണം. നിങ്ങൾ കൈ കൊണ്ട് തന്നെ എത്ര ബീറ്റ് ചെയ്യുന്നോ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആക്കി നല്ല ഫ്ലഫി ആയിട്ടുണ്ട്. ഇപ്പോൾ റെഡിയായി. ഇനി നമുക്കൊരു കട്ടോരിട്ട് ശകലം വെള്ളം ഒഴിച്ച് ഇച്ചിരി ഇട്ട് ആ ബാറ്റർ തന്നെ ഇച്ചിരി ഇട്ട് നോക്കുമ്പോൾ അറിയാം അത് പൊങ്ങി കിടക്കുന്ന അർത്ഥം റെഡിയായി നടത്തുക. ഇനി അതിലോട്ട് പച്ചമുളക് ഇഞ്ചി അരിഞ്ഞതും കൂടെ നമുക്ക് ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ബാറ്റർ റെഡിയായി. ഇനി ഒരു പാത്രത്തോട് വെള്ളം എടുത്തിട്ട് അതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ബാറ്ററിനകത്ത് ഉപ്പിട്ടിട്ടില്ല, അതിനകത്ത് ഇടല്ലേ. ഇനി ശകലം കായം ഇട്ട് മിക്സാക്കി കൊടുക്കാം. ബാറ്ററിൽ വേണമെങ്കിലും കായം ഇടാൻ, 2 രീതിയിലും ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് തൈര് റെഡിയാക്കാവുന്നതാണ്. ഒരു പാത്രത്തിൽ തൈര് എടുത്തിട്ട് അതിലോട്ടാണെങ്കിൽ അരക്കട്ട ഒരു പഞ്ചസാര പൊടിച്ചത് പഞ്ചസാരയാണെങ്കിൽ ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് മിക്സാക്കി വെക്കാവുന്നതാണ്. ഇനി അതിനാവശ്യമായ മസാലയൊക്കെ എടുക്കാം. അതിനുശേഷം ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം നമുക്കാണെങ്കിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുക ആവശ്യത്തിന്. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് വെള്ളത്തിൽ കൈ നനച്ചതിന് ശേഷം ബാറ്റർ എടുത്തിട്ട് നല്ലതായിട്ടൊന്ന് പരത്തിയിട്ട് കൊടുക്കാവുന്നതാണ്. കൈ നനഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ ബാറ്റർ കയ്യിൽ ഒട്ടി പിടിക്കില്ല, അതിനാണ് കൈ നനയ്ക്കുന്നത്. എണ്ണ നല്ലതായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ നിങ്ങൾ വടയിട്ട് കൊടുക്കാവൂ. അതിന് ശേഷം വടയിട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ ലോ ഫ്ലെയിമിലാണ് ഇത് വറുത്തെടുക്കേണ്ടത്. കാരണം എന്ന് വെച്ചാൽ ഫുൾ ഫ്ലെയിമിലാണെങ്കിൽ അകം വേകുകയല്ല, പുറം മാത്രം ബ്രൗൺ കളറായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ലോ ഫ്ലെയിമിൽ അത് വറുത്തെടുക്കാവൂ. ഇനി അത് ഫ്ലിപ്പ് ചെയ്യാവുന്നതാണ്. നമ്മൾ വട അങ്ങോട്ടിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് എണ്ണയാണെങ്കിൽ തവി കൊണ്ട് തന്നെ കോരി ഒഴിക്കണം. ഇപ്പോൾ അത് റെഡിയായി. ഒത്തിരി അങ്ങ് ബ്രൗൺ ആക്കണ്ട. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിലോട്ട് വടയാണെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. കുറഞ്ഞ ഒരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം വട. ഇല്ലെന്നുണ്ടെങ്കിൽ 2-3 മണിക്കൂറാണെങ്കിലും ഇടാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അതിൻ്റെ ചട്നി എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് 1 മണിക്കൂർ കൊണ്ട് വട വെള്ളത്തിൽ കിടക്കുവാൻ. ഇനി നമുക്ക് നല്ലതായിട്ട് വെള്ളം ഞെക്കി കളഞ്ഞിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അരമണിക്കൂർ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇനി അതിൻ്റെ വെള്ളം നല്ലതായിട്ട് ഞെക്കി പിഴിഞ്ഞതിന് ശേഷം നമുക്കിനി സർവിങ് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഓരോന്നായിട്ട് ഞെക്കി പിഴിഞ്ഞ് വട ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലോട്ട് തൈര് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇനിയാണ് ഇംലിക്ക് ചട്നി എന്ന് പറഞ്ഞാൽ പുളിയുടെ ചട്നി ഞാനാണെങ്കിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊഴിച്ച് കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി, നല്ല സൂപ്പർ ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പോൾ ഇംലി ചട്നി എല്ലാം ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് അതിൻ്റെ മുകളിലോട്ട് ശകലം ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി അതിനോട് നമുക്ക് ബ്ലാക്ക് സോൾട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ജീരകം അതിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി മുളക് പൊടിയൊന്ന് വിതറി കൊടുക്കാം. ഇനിയാണെങ്കിൽ ഗ്രീൻ ചട്നി ആണെങ്കിൽ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് നമുക്ക് അതിൻ്റെ മുകളിലോട്ട് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല സൂപ്പർ അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വായിക്കൂടെ തന്നെ വെള്ളം വരുന്നു ഇപ്പം. അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കൊന്ന് മുറിച്ച് നോക്കാം. അത്രയും സോഫ്റ്റായിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പറാണ്. ഈ ചൂടത്തൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.